മലയാളം ബുക്ക് നെസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങൾ ആണ്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ സഹായകരമാകുന്ന വീഡിയോ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നാലുകെട്ട് എന്ന നോവൽ രചിച്ചത് ആര്? നാലുകെട്ട് എന്ന നോവൽ രചിച്ചത് ആര്? MD വാസുദേവൻ നായരാണ് നാലുകെട്ട് എന്ന നോവൽ രചിച്ചത്. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം? ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ടയാണ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്ന വനിത. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ? ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ? സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം? കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസനാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. കുമാരനാശാൻ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത് എന്ന്? കുമാരനാശാൻ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത് എന്ന്? 1907 കുമാരനാശാൻ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത്. 1907 കുമാരനാശാൻ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ? കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ. ശബ്ദതാരാവലി എന്ന നിഘണ്ടുവിൻ്റെ കർത്താവ് ആര്? ശബ്ദതാരാവലി എന്ന നിഘണ്ടുവിൻ്റെ കർത്താവ് ആര്? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ് ശബ്ദതാരാവലി എന്ന നിഘണ്ടുവിൻ്റെ കർത്താവ്. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ് ശബ്ദതാരാവലി എന്ന നിഘണ്ടുവിൻ്റെ കർത്താവ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുഡ് ഡാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുഡ് ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം? 14. കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം 14 കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി V. വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്? ഭാരതീയ റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്കാണ്. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശമാണ് ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം.
യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? പതിറ്റിപ്പത്താണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി. പതിറ്റിപ്പത്താണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി. വിജയനഗരം സ്ഥാപിച്ചത് ആരാണ്? വിജയനഗരം സ്ഥാപിച്ചത് ആരാണ്? ഹരിഹരനും ബുക്കനുമാണ് വിജയനഗരം സ്ഥാപിച്ചത്. ഹരിഹരനും ബുക്കനുമാണ് വിജയനഗരം സ്ഥാപിച്ചത്. വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായനാണ്. കൃഷ്ണദേവരായരാണ് വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന്? കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന്? 1942 ആഗസ്റ്റ് 9 കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്.